ഹായ് എവരിവൺ, നമ്മളിന്ന് ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 18 ആണ്, 18. അവിടെ ദൈവം അബ്രഹാമിനോടും സാറയോടും ദൈവം അവർക്ക് കൊടുത്ത പ്രോമിസ് അവിടെ ഒന്നും കൂടെ അത് റിമൈൻഡ് ചെയ്യുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ദൈവം അവിടെ വരികയാണ്. അബ്രഹാം അവിടെ പുറത്തിരുന്നപ്പോൾ, മാമറയുടെ അവിടെ ഇരുന്നപ്പോൾ, മാമറയുടെ സ്ഥലത്ത് താൻ പുറത്തിരുന്നപ്പോൾ 3 പുരുഷന്മാർ അവിടെ വരാനായിട്ട് ഇടയായിത്തീർന്നു. അതിൽ ഒരു വ്യക്തി ദൈവമായിരുന്നു. ദൈവം ആ ഒരു അവസരത്തിൽ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് ദൈവം അവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ മനുഷ്യർ വന്നപ്പോഴും അബ്രഹാം അവരെ വളരെ ആഗ്രഹത്തോടെയും വളരെ താല്പര്യത്തോടെയും അവരെ സ്വീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അബ്രഹാം വളരെ ഓടിച്ചെന്ന് അവരെ തന്നെക്കാളും വലിയവരാണ് അവർ എന്നുള്ള രീതിയിൽ അവരെ സ്വീകരിച്ച് അവർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള താല്പര്യവും ആഗ്രഹവും അബ്രഹാമിനവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അതിഥി സൽക്കാരം എന്ന കാര്യം നോക്കുമ്പോൾ അബ്രഹാം എന്ത് നല്ലൊരു ഉദാഹരണമാണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം തനിക്കും അറിയത്തില്ല ഇവരാരാന്നറിയില്ല, പക്ഷെ തന്നെക്കാളും വലിയവരാണെന്നുള്ള സ്ഥാനം കൊടുത്തുകൊണ്ടാണ് താൻ അവരെ അവിടെ സ്വീകരിച്ചത്. അങ്ങനെ താൻ അവരെ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ അബ്രഹാമിനും സാറായിക്കും അവിടെ ദൈവം കൊടുത്ത പ്രോമിസ് പിന്നെ റിമൈൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സാറ ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവമായിട്ട് തന്നെ അവർക്ക് പിന്നെയും ഓർപ്പിക്കുന്നതായിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും നമ്മളത് കണ്ടതാണ്. ദൈവം അവർക്ക് പ്രോമിസ് കൊടുത്തതാണ്. ഉറപ്പായിട്ടും ഒരു മകനെ സാറ പ്രസവിക്കുമെന്നുള്ള കാര്യം പ്രോമിസ് കൊടുത്താണ്. അതിനുശേഷം പിന്നെയും ദൈവം ആ ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യത്തെയും കാണുമ്പോഴും തമ്മിൽ നേരത്തെ കണ്ടതും ഇപ്പോൾ ദൈവം കാണുന്നത് തമ്മിൽ വലിയ സമയവ്യത്യാസമൊന്നുമില്ല. ഏതാനും മാസങ്ങൾ മാത്രം വ്യത്യാസങ്ങൾ മാത്രം കാണുവാനേ അതിന് ചാൻസ് ഉള്ളൂ. പക്ഷെ ദൈവം അവിടെ പിന്നെ അവർ റിമൈൻഡ് ചെയ്യുകയാണ് മകൻ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം അവിടെ അബ്രഹാമിനെയും സാറ റിമൈൻഡ് ചെയ്യുകയാണ്. പക്ഷെ സാറയ്ക്ക് അതങ്ങോട്ട് വിശ്വസിക്കുവാനായിട്ട് ഇടയായില്ല. അതുകൊണ്ട് താൻ തൻ്റെ സ്വന്തം മനസ്സിൽ താൻ പറയുകയാണ്, താൻ ഇത്രയും പ്രായമായില്ല, ഇനി ഇതെങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് എന്നിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് താൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു താൻ അവിടെ ചെയ്തത്. അപ്പോഴേക്കും ദൈവം അപ്പോൾ തന്നെ പറയുകയാണ്, സാറ് നീ എന്തിനാണ് ചിരിക്കുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സാറയുടെ ആ അവിശ്വാസത്തെ അത് ദൈവം അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിന് മുന്നിൽ നിന്നും ഒരു കാര്യവും ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മുടെ മനസ്സറിയുന്ന ആളാണ് ദൈവം. അതുകൊണ്ട് തന്നെ സാറയുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവിടെ സ്വയം അവിടെ അതങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് അൺബിലീഫിനെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതുപോലെ ഒരു അൺബിലീഫ് സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ വിചാരിക്കും ഇത് മൊത്തം ഹെൽപ്ലെസ് ആയിട്ട് കിടക്കുക, നമുക്ക് ഒന്നും ഇനി ഒരു കാര്യം ചെയ്യാനില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്തും ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തെ സ്വീകരിക്കണമെന്നാണ്. കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ എന്നാണ് ദൈവം അവിടെ പറയുന്നത്. അങ്ങനെ അതിനുശേഷം ആ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ അതിഥി സൽക്കാരം കഴിഞ്ഞതിന് ശേഷം അവരവിടെ ഇറങ്ങിയതിന് ശേഷം ദൈവത്തോട് തന്നെ സ്വയം പറയാണ്, സോദോമിനോടും ഗൊമോറയോടും പറയുന്ന കാര്യം അബ്രഹാമിനോട് പറയണോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം അബ്രഹാമിനോട് സോദോമിൻ്റെയും ഗൊമോറയുടെയും മേലുള്ള ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്നും അവിടെ ദൈവം അവിടെ പറഞ്ഞു കൊടുക്കുകയും ഒരു
പക്ഷേ അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ദൈവം പറയാൻ ചാൻസ്, അങ്ങനെ പറയാൻ കാരണം? ഒരു പക്ഷേ ദൈവം അത്രമാത്രം നല്ലൊരു ബന്ധം അബ്രഹാമുമായിട്ട് ദൈവം പുലർത്തിയിരുന്നു. അതുപോലെ അബ്രഹാമിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അബ്രഹാമിനെ അനേകം ജാതികളുടെ പിതാവാക്കുമെന്നാണ് പറയുന്നത്. അപ്പം വലിയൊരു ഒരു കാര്യമാണ് അബ്രഹാമിനായിട്ട് കാത്തിരിക്കുന്നത്, വലിയൊരു സ്ഥാനമാണ് അബ്രഹാമിനായിട്ട് കാത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ നെഫ്യൂ ലോത്ത് സോതോമിലാണ് ഇപ്പം താമസിക്കുന്നത്. അപ്പം അതിനകത്തേട്ടോയ്ക്ക് ലോത്തിൻ്റെ താമസം മാറുവാനായിട്ട് ഇടയെത്തുന്നത്. അപ്പോൾ ആ ലോത്തിനെ രക്ഷിക്കുന്ന കാര്യവും കൂടെ റിമൈൻഡ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ലോത്തിനെ രക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ അബ്രഹാമിന് അതിനോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ, ഇങ്ങനെ പല കാരണങ്ങൾക്കുണ്ടാകാം അബ്രഹാമിനോട് ദൈവം ഈ സോദോമിനും ഗൊമോറയോടും ചെയ്യാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി ദൈവം വെളിപ്പെടുത്തിയത്. അങ്ങനെ ദൈവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ 3 പുരുഷന്മാരാണ് വന്നത്. അതിൽ 2 പുരുഷന്മാർ സോദോമിനും ഗൊമോറയുടെയും സൈഡിലേക്ക് പോയി. പക്ഷെ ഒരു പുരുഷൻ മാത്രം അവിടെ മാമറയിൽ അബ്രഹാമിൻ്റെ കൂടെ നിന്നു എന്ന് നമ്മളവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പുരുഷൻ മറ്റാരുമല്ല, ദൈവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ അബ്രഹാം അവിടെ നെഗോഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പിന്നെ കാണുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അബ്രഹാമിന് അവിടെയുള്ള ജാതികൾ എല്ലാവരും നശിച്ചു പോകുന്നതിൽ അബ്രഹാമിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാം പറയുകയായിരുന്നു, അവിടുത്തെ ദൈവം പറയുന്നുണ്ട് അവിടുത്തെ തെറ്റുകൾ വളരെ വളരെ വലുതായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ദൈവത്തിന് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പം അബ്രഹാം പറയാണ്, അവിടെ നീതിമാന്മാരായിട്ട് ഇപ്പം 50 പേരുണ്ടെങ്കിൽ ഒരു 10 പേര് നീതിമാന്മാരായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെ വെറുതെ വിടത്തില്ലേ എന്ന് അബ്രഹാം അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നാൽ 10 പേരുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇടാം എന്നവിടെ പറയുന്നത്. അപ്പം അങ്ങനെ 40 പേരുണ്ടെങ്കിൽ 50 പേരിൽ 40 പേര് നീതിമാന്മാരുണ്ടെങ്കിൽ വെറുതെ വിടാവോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതിനുശേഷം 40 അത് 45 40 30 20 10 അങ്ങനെ ഒടുവിൽ 10 നീതിമാന്മാർ. അതുകൊണ്ടാണ് അവസാനിക്കുന്നത്. ആദ്യം 50 45 40 പേര് 40 നീതിമാരുണ്ടെങ്കിൽ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ്, അപ്പോൾ അതേപോലെ പറഞ്ഞു, ഓക്കെ, ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ 40 പിന്നെ 30 20 10 10 കൂടെ അതിന് ശേഷം 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ദൈവം അവിടെ നിന്നും പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അബ്രഹാം മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് എന്ത് കഴിവുള്ള വ്യക്തിയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത് എൻ്റയർലി എല്ലാം നശിപ്പിക്കാൻ പോയ ദൈവത്തോട് ഒടുവിൽ അബ്രഹാം പറഞ്ഞു 10 നീതിമാന്മാർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അവരെ വെറുതെ വിടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം അതിനും സമ്മതിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് ആ 10 പേരെന്ന് പറയുമ്പോൾ ലോത്തിനെ കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കൂടി ലോത്തിൻ്റെ മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കൂടി അവരെല്ലാവരും കൂടെ 10 പേരില്ലായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും ദൈവം അവരോട് കരുണ കാണിക്കാൻ അബ്രഹാം നിമിത്തം അവരോട് കരുണ കാണിക്കുവാനായിട്ട് വളരെ താല്പര്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ദൈവത്തിൻ്റെ മനസ്സും കൂടെ നമുക്ക് മാറ്റുവാനായിട്ട് തീരും. കാരണം നമ്മൾക്ക് ജാതികൾക്ക് മിക്ക മധ്യസ്ഥരായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ആ ഒരു കാര്യം അത് നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യാനായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് അബ്രഹാം
അബ്രഹാമിനോട് ദൈവം കൊടുത്ത പ്രോമിസ് ദൈവം പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം ദൈവം അത് ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊരു മകനെ തരുമെന്നുള്ളത്. ദൈവം നമുക്കും പല പ്രോമിസും തരുന്നുണ്ട്. ദൈവം തരുന്ന പ്രോമിസ് ദൈവം ഒരിക്കലും തിരികെ പോയില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സാറ ഉള്ളിൽ ചിരിച്ചു. താൻ ഈ വാർദ്ധക്യകാലത്ത് താൻ പ്രസവിക്കുന്ന സാറ ഉള്ളിൽ ചിരിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് അത് നമ്മുടെ ദൈവം. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഒരു കാര്യം ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ കണ്ട വ്യക്തികളെ തന്നെക്കാളും വലുതാണ് എന്നുള്ള രീതിയിലാണ് അവരെ കൺസിഡർ ചെയ്തത്, അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളും അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ നമ്മളെക്കാളും വലിയൊരു വ്യക്തിയാണ് ആ വ്യക്തി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. എന്നാൽ നമുക്ക് അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അബ്രഹാം അതാണ് ചെയ്തത്. സ്വന്തം ഗൊമോറയിലുള്ളവർക്ക് വേണ്ടി താൻ അവിടെ മധ്യസ്ഥ നിന്ന് സംസാരിക്കാൻ താൻ ചെയ്തു. ഒരു അവസാനം താൻ പറഞ്ഞ് 10 നീതിമാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെറുതെ വിടാമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം അതിനും സമ്മതിച്ചു. അപ്പോൾ കാരണം ദൈവം അവിടെ വന്നപ്പോൾ ദൈവം സ്വതവും ഫുള്ളായിട്ട് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവം ആ സമയത്ത് വന്നത്. പക്ഷെ ദൈവം അവിടെ നിന്നും അബ്രഹാമിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവം തിരിച്ചു പോയപ്പോൾ, അബ്രഹാമിൻ്റെ അടുത്തും ദൈവം തിരിച്ചു പോയപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത, ഓക്കെ 10 നീതിമാരുണ്ടെങ്കിൽ ഞാൻ അവർ വെറുതെ വിടും എന്നുള്ള തീരുമാനത്തോടെയായിരുന്നു ദൈവമാണ് തിരികെ പോയത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സും മാറ്റുവാനായിട്ടും നമ്മൾക്ക് സാധിക്കും. അതാണ് മധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.